അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. DHIU സിലബസിൽ 1ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 5ാമത്തെ ചാപ്റ്ററായ ഇൻഡിയേഴ്സ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ സെമ്മിന് നിങ്ങൾ എന്ത് ചെയ്തു? 4 ചാപ്റ്റേഴ്സ് പഠിച്ചു. ആ 4ാമത്തെ ചാപ്റ്ററിൽ അവസാനത്തെ കുറച്ച് ഭാഗമുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം കേട്ടോ. HCF LCM ഒക്കെ പറയുന്ന ഭാഗം നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇപ്പം ഇൻഡിയേഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇൻഡിയേഴ്സ് പരിചയപ്പെടുന്നതിന് മുമ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമ്പേഴ്സ് പലതരം ടൈപ്സിലുണ്ട്, പല പേരുകളിലുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ആദ്യം പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഇൻഡിയേഴ്സ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു പലതരം നമ്പേഴ്സ് ഉണ്ട്, അതിൽ 5 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് മാത്രം നമുക്കിപ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്. തൽക്കാലം ഇപ്പം ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അപ്പുറത്തേക്ക് നമ്പേഴ്സ് ഉണ്ട് കേട്ടോ, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരം നമ്പേഴ്സ് ഇനിയും ഉണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതിൽ ഓരോ നമ്പേഴ്സും എന്താണെന്ന് അതൊന്ന് മനസ്സിലാക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെയാണെങ്കിൽ എണ്ണൽ സംഖ്യകൾ അല്ലേ, ഒന്നും അതിൻ്റെ മുകളിലേക്കുള്ള നമ്പേഴ്സുമാണ് നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് അറിയപ്പെടുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതങ്ങനെ മേലോട്ട് പോകും അല്ലേ, ഒരു അനന്തമായിട്ട് ഇൻഫിനൈറ്റ് ആയിട്ട് അങ്ങനെ മേലോട്ട് പോകും. 1 2 3 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ, നാച്ചുറൽ നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സും ഉണ്ട്, അതിന് പുറമെ 0 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം, ഹോൾ നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ സംഖ്യ 0 ആയിരിക്കും, പിന്നെ 0 കൂടി അതിലടങ്ങിയിരിക്കും. അങ്ങനെ 0 1 2 3 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും എന്ത്? ഹോൾ നമ്പേഴ്സ്. ഇനി ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു തരം നമ്പേഴ്സ് ഉണ്ട്. ഈ ഒരു സെമിനാർ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതായത് പോയിൻ്റൊക്കെ വരുന്ന നമ്പേഴ്സ് നിങ്ങൾ എക്സൈസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എക്സൈസ് 5.1 അല്ലേ, അതേപോലെ എക്സൈസ് 4.3 എന്ന് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈഡ് ഹെഡിങ്ങിലൊക്കെ 7.3 അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയാം. ദശാംശ സംഖ്യകൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, നിങ്ങൾ ഇപ്പം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മറ്റു ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഭിന്നസംഖ്യകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. 1/2 3/4 അങ്ങനത്തെ ഒരു നമ്പേഴ്സ്, 1/4 അല്ലെങ്കിൽ 5/8 അങ്ങനെ ബൈ ഇട്ട് കണ്ടിരുന്ന നമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയാം. പക്ഷേ അത് നമുക്ക് ഈ ഒരു സെമിനാർ തന്നെ പഠിക്കാനുള്ളതാണ്. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ, നമ്മൾ പഠിക്കാനിരിക്കുന്ന നമ്പേഴ്സാണ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 3 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കൂടി ചേർന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് മൊത്തം പോസിറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സും ഉണ്ട്. ഇനി ഇതിൽ പോസിറ്റീവ് ഇൻഡിജറും നെഗറ്റീവ് ഇൻഡിജറും രണ്ടിലും പെടാത്ത ന്യൂട്രൽ ഇൻഡിജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിജറും ഉണ്ട്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നുമില്ല, 1 മുതൽ മേലോട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുക. 1 2 3 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയാം. നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ -1 -2 -3 അങ്ങനെ മൈനസ് വരുന്ന സംഖ്യകളുണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയാം. ഇനി പോസിറ്റീവ് ഇൻഡിജറും അല്ല നെഗറ്റീവ് ഇൻഡിജർ അല്ലാത്തൊരു നമ്പർ, അതായത് 0, ആ 0ക്ക് പറയുന്ന പേരാണ് ന്യൂട്രൽ ഇൻഡിജർ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കാണ്ട് മുന്നോട്ട് പോകട്ടോ. ഓക്കെ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലൊരിട്ട് അറിയിച്ചതാണ്, പക്ഷേ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇനി വായിച്ചു നോക്കാം. ഇൻഡിയേഴ്സ് അല്ലേ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ കൗണ്ടിങ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 1, അത് 1ൽ നിന്നാണ് തുടങ്ങുന്നത്. 1 മുതൽ അങ്ങനെ തുടങ്ങുന്ന നമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പം ഉദാഹരണത്തിന് AG, അതായത് എക്സാമ്പിൾ 1 2 3 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഓക്കെ. ഇനി ഇഫ് 0 ഈസ് ആഡഡ് ടു ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ 0യെ കൂടി ആഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ദെൻ ദേ ആർ നോൺ ആസ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ഹോൾ നമ്പേഴ്സ് ആയിട്ട് അറിയപ്പെടും. ഓക്കെ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 0 കൂടി വെച്ചെടുത്താൽ അതെന്ത് ചെയ്യും, ഹോൾ നമ്പേഴ്സ് ആയിട്ട് അറിയപ്പെടും. അപ്പോൾ 0 1 2 3 4 അങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. അതായത് അതിൽ 0 കൂടി അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹോൾ നമ്പേഴ്സ് ആണെന്ന് പറയും ചുരുക്കം. ഇനി അടുത്തത് ഇഫ് യു ആഡ് നെഗറ്റീവ് ഇൻഡിജർ. ഇപ്പോൾ എന്തായി, നാച്ചുറൽ നമ്പേഴ്സിനോട് 1 2 അങ്ങനെ തുടങ്ങുന്ന നമ്പേഴ്സിനാണ് നാച്ചുറൽ നമ്പർ, അതിലേക്ക് 0 കൂടി ആഡ് ചെയ്താൽ നമ്മൾ ഇതിന് ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഇതിലേക്ക് നെഗറ്റീവ് ഇൻഡിജേഴ്സ് നമ്പേഴ്സ് കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ അപ്പോഴാണ് എന്ത് ചെയ്യാം, അത് ഇൻഡിജേഴ്സ് ആയിട്ട് മാറാം. ഇഫ് യു ആഡ് നെഗറ്റീവ് നമ്പേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ കൂടി ആഡ് ചെയ്താൽ ദ ഹോൾ നമ്പേഴ്സ് ദ കളക്ഷൻ ഈസ് കോൾഡ് ഇൻഡിജേഴ്സ്. അപ്പോൾ ആ കളക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിജേഴ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഇൻഡിജേഴ്സ്. ഇൻ ദിസ് 1 2 3 അങ്ങനെ പോസിറ്റീവ് അല്ലേ, 1 2 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ആർ കോൾഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അങ്ങനത്തെ നമ്പേഴ്സിനാണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് നമ്മൾ പറയാം.
ഇനി എന്ത് ചെയ്തു -1 -2 -3 അങ്ങനത്തെ നമ്പേഴ്സാണ് എന്ത് ചെയ്യുക ആർ കോൾഡ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അങ്ങനത്തെ നമ്പേഴ്സാണ് നെഗറ്റീവ് ഇൻറ്റീജർ. ഇനി ഇതിൽ ന്യൂട്രൽ ഇൻറ്റീജറിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല. അതായത് പോസിറ്റീവ് ഇൻറ്റീജറും അല്ല നെഗറ്റീവ് ഇൻറ്റീജറും അല്ല, അതിൻ്റെ ഇടയിലുള്ള സീറോക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ന്യൂട്രൽ ഇൻറ്റീജർ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പോസിറ്റീവ് ഇൻറ്റീജർ ആയാലും നെഗറ്റീവ് ഇൻറ്റീജർ ആയാലും ഇതിനൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളൊരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഹോൾ നമ്പേഴ്സിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് നമ്പർ ലൈനിൽ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്പർ ലൈൻ, അറിയാമല്ലോ. അങ്ങനെ എന്ത് ചെയ്യുക, ഇപ്പം ഇങ്ങോട്ടൊരു ആരോ ഇട്ടിട്ടുണ്ടാവും, ഇതുപോലെ ഇങ്ങോട്ടൊരു ആരോ ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 0 അല്ലേ, പിന്നെ 1 2 3 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഈ പച്ച കയ്യിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ നമ്പേഴ്സൊക്കെയാണ് എന്ത് പോസിറ്റീവ് ഇൻറ്റീജർ. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഇങ്ങനെ പോവും, 5 6 അങ്ങനെ എത്രയും മേലോട്ട് പോകും. ഇത് നിങ്ങൾക്ക് മാത്രം കാണിച്ചു നിൽക്കുകയാണ്. ഇനി ഈ ആരോ ഇട്ടിക്കാണെങ്കിൽ ഈ ആരോ ഇങ്ങനെ അവസാനിക്കുന്നില്ല, അങ്ങനെ പോകുന്നതാണ് അർത്ഥം കേട്ടോ. ഇനി എന്ത് ചെയ്തു, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ 0 കാണുന്നുണ്ട്, അതായത് ന്യൂട്രൽ ഇൻറ്റീജർ. ഇനി ഇവിടെ -1 -2 -3 ഇതാ ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് എന്ത് നെഗറ്റീവ് നമ്പേഴ്സ്. ഇതിങ്ങനെ പോകട്ടോ, -6 -7 -8 അങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാം. ഇപ്പം ഇതാണ് നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. -3 നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ട് എടുക്കാം. അപ്പം നമ്പർ ലൈനിൽ -3 എന്ത് ചെയ്തു റെപ്രസെൻറ്റ് ചെയ്തു എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൽ ന്യൂട്രൽ ഇൻറ്റീജറും ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കാം. ഇത് നമ്പേഴ്സ് -1 -2 ആൻഡ് 3 ആൻഡ് ഇതിവിടെ -3 എന്നാണ് കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണ് ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ 3 എന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ -3 ഇട്ട് കൊടുക്കണം. -1 -2 -3 ഒക്കെ എന്താണ് ആർ കോൾഡ് ഓപ്പോസിറ്റ്സ് ഓഫ് 1 2 3 റെസ്പെക്റ്റീവ്ലി എനിക്കാണെങ്കിൽ യഥാക്രമം എന്ന് വെച്ചാൽ -1ൻ്റെ ഓപ്പോസിറ്റാണ് 1, -2ൻ്റെ ഓപ്പോസിറ്റാണ് 2, -3ൻ്റെ ഓപ്പോസിറ്റാണ് 3. ഇവിടെ -3 ആണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഈ -1 -2 -3 നമ്മൾ എന്ത് ചെയ്യും ഓപ്പോസിറ്റ്സ് ഓഫ് 1 2 3 അങ്ങനെ പറയും. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ നമുക്ക് നേരെ തിരിച്ചും പറയാം. അതായത് 1 2 3 എന്നുള്ളത് ഓപ്പോസിറ്റ്സ് ഓഫ് -1 -2 -3 റെസ്പെക്റ്റീവ്ലി എന്ന് വെച്ചാൽ യഥാക്രമം. അതായത് -3ൻ്റെ 3യുടെ ഓപ്പോസിറ്റ് ആയിരിക്കും -3, 2യുടെ ഓപ്പോസിറ്റ് ആയിരിക്കും -2 അങ്ങനെ. ഏതായാലും സിൻസ് ദ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആർ ഓപ്പോസിറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ, അപ്പം നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് മൊത്തത്തിൽ അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ. ഈ നെഗറ്റീവ് ഇൻറ്റീജറൊക്കെ കറക്റ്റായിട്ട് എന്താണ് ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വി റെപ്രസെൻറ്റ് ദം ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ -1 -2 -3 ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതുന്നത് അല്ലേ. അതായത് 0യുടെ വലത് ഭാഗത്താണല്ലോ 1 2 3 4 5 ഒക്കെ വരുന്നത്. അപ്പോൾ 0യുടെ ഇടത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും -1 -2 -3 -4 ഒക്കെ എഴുതും. കാരണം ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് എന്ത് ഈ ഓപ്പോസിറ്റ് നമ്പേഴ്സ് ആണ് എന്ത് -1 -2 -3 ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇത് പറഞ്ഞില്ലേ, സിൻസ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആർ ഓപ്പോസിറ്റ്സ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വി റെപ്രസെൻറ്റ് ദം ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനെ എഴുതാം. എന്ന് വെച്ചപ്പോൾ എന്താ പറഞ്ഞത് ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് 0, 0യുടെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പോസിറ്റീവ് ഇൻറ്റീജറും നെഗറ്റീവ് ഇൻറ്റീജറും എഴുതാം. അപ്പം പോസിറ്റീവ് ഇൻറ്റീജർ നമ്മൾ 0യുടെ വലത് ഭാഗത്തും എഴുതും, നെഗറ്റീവ് ഇൻറ്റീജർ നമ്മൾ എന്ത് ചെയ്യും 0യുടെ ഇടത് ഭാഗത്തും എഴുതും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ 0 ഈസ് നെയ്തർ റിഗാർഡഡ് ആസ് പോസിറ്റീവ് നമ്പർ നോർ നെഗറ്റീവ്. 0 പോസിറ്റീവ് നമ്പറായിട്ടോ അതല്ല നെഗറ്റീവ് നമ്പറായിട്ടോ രണ്ടായിട്ടും എന്ത് ചെയ്യുന്നില്ല പരിഗണിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ 0 എന്താണ് പോസിറ്റീവ് ഇൻറ്റീജറും അല്ല നെഗറ്റീവ് ഇൻറ്റീജറും അല്ല, മറിച്ച് എന്താണ് ന്യൂട്രൽ ഇൻറ്റീജറാണ്. ഓക്കെ, ദ ഓപ്പോസിറ്റ് ഇനി മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദ ഓപ്പോസിറ്റ് ഇൻറ്റീജേഴ്സ് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി 0. 0യിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും എന്തിനുണ്ടാവുക ഓപ്പോസിറ്റ് ഇൻറ്റീജേഴ്സിന് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 അല്ലേ, 5 0യിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണ് 5 1 2 3 4 5 സംഖ്യ അപ്പുറത്താണല്ലേ 5. എന്നാൽ -5 കറക്റ്റ് 5 സംഖ്യ അപ്പുറത്തായിരിക്കും. നോക്കൂ 1 2 3 4 5 0യിൽ നിന്നും കറക്റ്റ് 5 സംഖ്യ അപ്പുറത്താണ് എന്ത് ഓപ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ടാവുക. അപ്പം 5ൻ്റെ ഓപ്പോസിറ്റ് നമ്പറാണ് -5. അങ്ങനെയാണെങ്കിൽ 0യിൽ നിന്ന് വലത് ഭാഗത്തേക്ക് 5 നമ്പർ കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക 5 ഉണ്ടാവുക. 0യിൽ നിന്നും ഇടത് ഭാഗത്തേക്ക് 5 നമ്പർ കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക -5 ഉണ്ടാവുക. ഓക്കെ, ഇതുപോലെ തന്നെ 4ഉം -4 ഒക്കെ കേട്ടോ. 0യിൽ നിന്ന് 4 നമ്പർ അപ്പുറത്തേക്കായിരിക്കും 4 ഉണ്ടാവുക. അതുപോലെ തന്നെ 0യിൽ നിന്ന് 4 നമ്പർ ഇപ്പുറത്ത് ആയിരിക്കും എന്തുണ്ടാവുക -4 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്പർ ലൈനിൽ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ +4 ഉണ്ട്, ഇവിടെ -4 ഉണ്ട്. അപ്പം 0യിൽ നിന്ന് 4 1 2 3 4 ഇപ്പുറത്ത് കാണുന്നത് 4 യൂണിറ്റ് ഇപ്പുറത്തേക്കാണ് എന്തുള്ളത്
+4 ഉള്ളത്, -4 1 2 3 4 യൂണിറ്റ് ഇപ്പുറത്ത് കാണുന്നുള്ളത് -4 ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിയേഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒരു പിടുത്തം കിട്ടിയല്ലോ അല്ലേ. ഇനി ഇൻഡിയേഴ്സ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ ഉള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീപ്പായിട്ട് ഇൻഷാ നമുക്ക് പാഠഭാഗത്ത് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് വരാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ ഇൻഡിയേഴ്സിൻ്റെ ഓപ്പറേഷൻസിൽ അതെങ്ങനെ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക എന്നുള്ള വിഷയം, അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ സം ഓഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ഇൻഡിയേഴ്സ് ഈസ് ആൾവേസ് 0. അതായത് ഓപ്പോസിറ്റ് ഇൻഡിയേഴ്സ് തമ്മിൽ പരസ്പരം നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് എപ്പോഴും ആൻസർ എന്തായിരിക്കും കിട്ടുക, 0 ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ +1 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു സംഖ്യ കൂടിയെന്ന് അല്ലേ. -1 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കുറഞ്ഞു എന്ന്. അപ്പം +1 -1 കൂട്ടി എന്താ ഉണ്ടാവുക, +1 ആകുമ്പോൾ ഒരു സംഖ്യ കൂടി, -1 ആകുമ്പോൾ ആ കൂടിയ സംഖ്യ നേരെ കുറഞ്ഞു അല്ലേ. അപ്പോൾ 0 തന്നെ ആയി മാറി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ +4 അതായത് 1 2 3 4 0യിൽ നിന്നും 4 സംഖ്യ കൂടി അല്ലേ. എന്നിട്ട് പ്ലസ് നിങ്ങൾ എന്ത് ചെയ്തു, -4 കൊണ്ട് കൂട്ടിക്കണം എന്താ ഉണ്ടാവുക അറിയോ, ഈ 4 സംഖ്യ നേരെ കുറയും, അപ്പോൾ 0യിലേക്ക് തന്നെ എത്തും. ചുരുക്കി പറഞ്ഞാൽ -4 +4 എന്തായിരിക്കും, 0 ആയിരിക്കും. ഇൻഷാല്ലാ അതിൻ്റെ വിഷയത വശങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പതുക്കെ പരിചയപ്പെട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ട്രൈ ദിസ് എന്ന് ജസ്റ്റ് നോക്കാം. അതായത് മാർക്ക് ദ ഗിവൺ നമ്പേഴ്സ് ഓൺ ദി നമ്പർ ലൈൻ. ഇത് ഞാൻ ചെയ്യാനുള്ളതല്ല, നിങ്ങൾ ചെയ്തു വരണം നിങ്ങൾ നോട്ട്ബുക്കിൽ. അതായത് താഴെ കുറച്ച് നമ്പർ തന്നിട്ടുണ്ട്, -4 8 -5 -7 -1 -2. ഇതൊക്കെ ഇതുപോലെ നമ്പർ ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ രേഖപ്പെടുത്തണം. ഇപ്പോൾ -2 അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, അങ്ങനെ രേഖപ്പെടുത്താം. ഇപ്പോൾ -2 ഇവിടെ അങ്ങനെ കണ്ടുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കുത്തിടുക, എന്നിട്ട് അത് -2 ആണെന്ന് എഴുതാം. അങ്ങനെ കേട്ടോ, -4 8 -5 ഇതൊക്കെ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്താം. നിങ്ങൾ മറക്കരുത്, അത് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ഇൻഡിയേഴ്സ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലതരം ഇൻഡിയേഴ്സുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മൾ അറിയാനായിട്ടാണ് കേട്ടോ, പല കോലത്തിലും. നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്നും ഇങ്ങനെ നിന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കും. നെഗറ്റീവ് പിന്നെ അതുപോലെ തന്നെ ലോസ്, എന്തെങ്കിലും നഷ്ടം വന്നിട്ടാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോയതാണല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, മൈനസായിട്ട് നെഗറ്റീവായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത കാശൊക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് കാണാൻ കഴിയും എന്ത്, അവിടെ പ്ലസ് ഇട്ടിട്ടുണ്ടാവും, പോസിറ്റീവായിട്ട് ഇട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ വിത്ഡ്രോ ചെയ്തിട്ടുള്ളതോ, അതായത് നമ്മൾ ബാങ്കിൽ നിന്നും പിൻവലിച്ചിട്ടുള്ളതിന് നെഗറ്റീവ് ഇൻഡിയേറ്ററിൽ ഇട്ടിട്ടുണ്ടാവും, മൈനസ് എന്ന് ഇട്ടിട്ടുണ്ടാവും. അതായത് മൈനസ് ഇട്ടിട്ടാണെങ്കിൽ നമ്മളതിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു എന്നർത്ഥം. ഓക്കെ, നമുക്കതിൽ നിന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആസ് പോസിറ്റീവ് ആൻഡ് ലോസ് ആസ് നെഗറ്റീവ്. നമ്മൾ ഡെയിലി ലൈഫിൽ പ്രോഫിറ്റിനെ നമ്മൾ പോസിറ്റീവായിട്ടും അതേപോലെ തന്നെ ലോസിനെ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ടും രേഖപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ 500 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ, ഏതെങ്കിലും ബിസിനസ്സിൽ നമുക്ക് 500 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, +500 ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ഇടുക, പ്രോഫിറ്റാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് അത് ലോസാണ് ആയതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, -300. ഇപ്പോൾ 300 രൂപ നമുക്ക് ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, -300 എന്ന് ഇടും. ഇനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇതേപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അപ്പ് ആസ് പോസിറ്റീവ്. ബാങ്കിലെ ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടായിരിക്കും എഴുതാം. ബാങ്കിലെ വിത്ഡ്രോയിൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ഇൻഡിയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. യുവർ ഡെപ്പോസിറ്റ് അപ്പോൾ 5000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കുക, അങ്ങനെയാണെങ്കിൽ +5000 എന്നായിരിക്കും ഇടുക. ഇപ്പോൾ 2000 രൂപ നിങ്ങൾ വിത്ഡ്രോ ചെയ്തിട്ടാണെങ്കിൽ അതായത് ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പം യു വിത്ഡ്രോ 2000 രൂപീസ് ദെൻ -2000 എന്നായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ നല്ലോണം സമ്പാദിച്ചു. നിങ്ങളിപ്പോൾ എന്ത് ജോലിയൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ സമ്പാദിക്കാമെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങളെ ഏണിങ് എന്താണ്, അത് പോസിറ്റീവായിട്ടാണ് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോൾ നിങ്ങൾ സമ്പാദിച്ച കാശ് നിങ്ങളിങ്ങനെ കടയിലേക്കും പർച്ചേസിങ്ങിനോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സാധനം അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ പൈസ ഇങ്ങനെ ചിലവാക്കണം, നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യും, നെഗറ്റീവായിട്ടാണ് നിങ്ങൾ രേഖപ്പെടുത്തുക. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ നഷ്ടപ്പെടുകയാണ്, അല്ലാണ്ട് പോവുകയാണ്. അപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പം ഏണിങ് ആസ് പോസിറ്റീവ് ആൻഡ് സ്പെൻഡിങ് ആസ് നെഗറ്റീവ്. നിങ്ങൾ ഏൺ ചെയ്യുന്നത്, നിങ്ങൾ സമ്പാദിക്കുന്നത് എന്താണ്, പോസിറ്റീവായിട്ടും പോസിറ്റീവ് ഇൻഡിയറായിട്ടും, നിങ്ങളിങ്ങനെ ചിലവഴിക്കുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ഇൻഡിയറായിട്ടുമാണ് രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വിഷയമാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഓർഡറിങ് ഓഫ് ഇൻഡിയേഴ്സിൽ ഏതൊക്കെയാണ് ലാർജസ്റ്റ്, ഏതൊക്കെയാണ് സ്മോളസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത് പോസിറ്റീവ് ഇൻഡിജർ ആണ്, ഇതെന്താണ് നെഗറ്റീവ് ഇൻഡിജർ ആണ്. ഇതിനെ 0 ഇവിടെ എഴുതിയത് ഒറിജിൻ എന്നാണ്, അത് ന്യൂട്രൽ ഇൻഡിജർ എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ ഇതിൽ വലിയ സംഖ്യ ഏതാ ചെറിയ സംഖ്യ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ സംശയമല്ലേ. അപ്പം മനസ്സിലാക്കുക, എല്ലാ പോസിറ്റീവ് ഇൻഡിയറും എന്താണ്, എല്ലാ നെഗറ്റീവ് ഇൻഡിജറിനെ കാട്ടിയും വലിയ സംഖ്യയാണ്. അതേപോലെ തന്നെ 0യേക്കാളും
വലിയ സംഖ്യയാണ്. 0 എന്നുള്ളതോ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ അപേക്ഷിച്ചിടത്തോളം 0 ചെറിയ സംഖ്യയാണ്. നേരെ മറിച്ച് നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 0 എന്താണ്, വലിയ സംഖ്യയാണ്. ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു നമ്പർ ലൈൻ ഇങ്ങനെ കാണുമ്പോൾ ഏറ്റവും വലതുഭാഗത്തുള്ള എന്തായിരിക്കും, അത് ഇടതുഭാഗത്തുള്ളതിനെക്കാട്ടിയും വലിയ സംഖ്യ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 9 എന്നുള്ളത് 8 വലുതായിരിക്കും, കാരണം ഇവിടെ വലതുഭാഗത്ത് ഏതാണ്, 9 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം മറ്റു 2 സംഖ്യ എടുക്കുകയാണെങ്കിൽ 4ഉം 2ഉം എടുക്കുകയാണെങ്കിൽ വലതുഭാഗത്തുള്ള സംഖ്യ ഏതാ, 4 അല്ലേ, അപ്പോൾ 4 ആണ് വലിയ സംഖ്യ, ഇടതുഭാഗത്തുള്ളത് ചെറിയ സംഖ്യയാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ടും വരാം, നിങ്ങൾക്ക് -6ഉം -4ഉം നോക്കിക്കാണെങ്കിൽ ഇതിൽ വലതുഭാഗത്തുള്ള സംഖ്യ ഏതാ, -4 അല്ലേ, അപ്പം -4 ആണ് വലിയ സംഖ്യ എന്തിനേക്കാൾ, -6 കാരണം -6 എന്താണ്, ഇടതുഭാഗത്താണ്. അപ്പോൾ മനസ്സിലാക്കാം, വലതുഭാഗത്തുള്ള സംഖ്യ ആയിരിക്കും ഇടതുഭാഗത്തുള്ള സംഖ്യനെക്കാട്ടിയും വലിയ സംഖ്യ. അതേപോലെ തന്നെ ഏറ്റവും ഇടതുഭാഗത്തുള്ള സംഖ്യ ആയിരിക്കും വലതുഭാഗത്തുള്ള സംഖ്യനെക്കാട്ടിയും ചെറിയ സംഖ്യ. മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ -10നേക്കാളും വലിയ സംഖ്യയാണ് -1 നിങ്ങൾ മനസ്സിലാക്കാം. കാരണം 0യിൽ നിന്ന് ഒരൊറ്റ യൂണിറ്റ് മാത്രമേ എന്തുള്ളൂ, -1 അകലെയുള്ളൂ. പക്ഷെ നേരെ മറിച്ച് 0യിൽ നിന്ന് -10 അല്ലേ, അതായത് 10 സംഖ്യ ഇപ്പുറത്തേക്ക് ബാക്കോട്ടാണ് എന്തുള്ളത്, -10 ഉള്ളത്. അപ്പോൾ ഏതാ വലുത്, -1 അല്ലേ, കാരണം -1 ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ അല്ലേ, 0യിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ -10 വലിയ ഡിഫറൻസ് ആണുള്ളത്, അതായത് അത്രയും ബാക്കോട്ടാണ്, അത്രയും പിറകോട്ടാണ് എന്തുള്ളത്, -10 ഉള്ളതെന്ന് ചുരുക്കം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഫർദർ ദ നമ്പർ ഫ്രം 0 ഓൺ ദി റൈറ്റ്. അപ്പോൾ 0യിൽ നിന്നും വലതുഭാഗത്തേക്കുള്ള നമ്പേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജർ ഈസ് ഇറ്റ്സ് വാല്യൂ, അതായത് ഏറ്റവും വലിയ സംഖ്യ ഏതാണോ ആ സംഖ്യയാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ 6ഉം 3ഉം ഉണ്ട്, രണ്ടും എന്താണ് 0യുടെ വലതുഭാഗത്തുള്ള 2 സംഖ്യകളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കാം, 6 അല്ലേ, അത് തന്നെയാണ്. അതായത് വലിയ സംഖ്യയാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ നമ്പേഴ്സിൽ ഇങ്ങനെ എഴുതുമ്പോഴുള്ള വലിയ സംഖ്യ കേട്ടോ, 6 അല്ലേ വലുത്, അപ്പം 6 തന്നെയാണ് അവിടെ എന്തുള്ളത്, വലിയ സംഖ്യ. ഓക്കെ, അപ്പം 6 ഈസ് ഗ്രേറ്റർ ദാൻ, ഈ ചിഹ്നം ഗ്രേറ്റർ ദാൻ ആണല്ലോ, അറിയാമല്ലോ അല്ലേ, ഗ്രേറ്റർ ദാൻ 3 വലുതാണ് 6. ഇനി ഫർദർ ദ നമ്പർ ഫ്രം 0 ഓൺ ദി ലെഫ്റ്റ്. ഇനിയിപ്പം 0യിൽ നമ്മൾ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സ്മോളർ ഈസ് ഇറ്റ്സ് വാല്യൂ, ഏറ്റവും വലിയ നമ്പർ, നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ നമ്പർ ചെയ്തല്ലോ 1 2 3 4 അങ്ങനെ നെഗറ്റീവ് കൊണ്ട് ഒഴിവാക്കിയിട്ട് ഒരു നമ്പർ മാത്രം നോക്കുമ്പോൾ ഏറ്റവും വലിയത് ഏതാണെന്ന് നോക്കുക, ഈ വലിയ നമ്പർ, ആ നമ്പർ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഫോർ എക്സാമ്പിൾ 13ഉം 3ഉം മാത്രം പരിഗണിക്കാം, അതിൽ ഏറ്റവും വലുത് ഏതാണ്, 13 അല്ലേ, രണ്ടും നെഗറ്റീവ് തന്നെയാണ് അല്ലേ. അങ്ങനെ ആകുമ്പം ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നെഗറ്റീവ് ഇൻറ്റീജേഴ്സിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ഏറ്റവും വലുത് എന്നൊക്കെയാണെങ്കിൽ ആ നെഗറ്റീവ് ഒഴിവാക്കിയിട്ടുള്ള വലുത് കേട്ടോ, അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഇനി ഫോർ 2 ഇൻറ്റീജേഴ്സ്, 2 ഇൻറ്റീജേഴ്സ് തന്നു, അങ്ങനെയാണെങ്കിൽ ദ ഇൻറ്റീജർ ടു ദ റൈറ്റ് ഓഫ് ദി അതർ ഈസ് ലാർജർ. 2 ഇൻറ്റീജർ തന്നു, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും 2 ഇൻറ്റീജർ തന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക ഏറ്റവും വലത് ഭാഗത്തുള്ള ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ഏറ്റവും വലുത്. ഫോർ എക്സാമ്പിൾ -10 -9 -8 ഇങ്ങനെ തന്നു. അപ്പം ഏറ്റവും വലത് ഭാഗത്ത് ഏതാണെന്ന് നോക്കാം, ഏതാണ് -10 -9 -8, ഏറ്റവും വലുത് ഭാഗത്ത് ഏതാ, -8 അല്ലേ, അപ്പോൾ -8 ആണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ദ ഇൻറ്റീജർ ടു ദ ലെഫ്റ്റ് ഓഫ് ദി അതർ ഈസ് സ്മോൾ, അതായത് നമ്മളിപ്പോൾ ഇൻറ്റീജേഴ്സ് ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഏറ്റവും ഇടത് ഭാഗത്തുള്ള സംഖ്യ ഏതാണെന്ന് നോക്കുക, അപ്പോൾ അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, -1ഉം -2ഉം -3 ഒക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, അപ്പോൾ ഏറ്റവും ഇടത് ഭാഗത്തുള്ള സംഖ്യ നോക്കാം, -3 ആണല്ലേ, -1ഉം -2ഉം -3 നോക്കുമ്പോൾ ഏറ്റവും ഇടത് ഭാഗത്തുള്ള സംഖ്യ -3 ആണ്. അപ്പോൾ -3 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. -3 ഈസ് ലെസ് ദാൻ -2 ആൻഡ് -2 ഈസ് ലെസ് ദാൻ -1 ആണിത് വായിക്കാം അല്ലേ. ഇതെന്തായിരിക്കും വായിക്കുക, -8 ഈസ് ഗ്രേറ്റർ ദാൻ -9 ആൻഡ് -9 ഈസ് ഗ്രേറ്റർ ദാൻ -10. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇടത് ഭാഗത്തുള്ള സംഖ്യ ഏതാണോ അതാണ് നമ്മളിത് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞത് അല്ലേ. 3ഉം 4ഉം 5ഉം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇടത് ഭാഗത്ത് ഏതാണെന്ന് നോക്കാം, 3 ആണ്. അപ്പം 3 ഈസ് ലെസ് ദാൻ 4 ആൻഡ് 4 ഈസ് ലെസ് ദാൻ 5 അല്ലേ. 3 4നേക്കാൾ ചെറുതാണ്, 4 5നേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, എവറി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഗ്രേറ്റർ ദാൻ ദ നെഗറ്റീവ് ഇൻറ്റീജർ ആൻഡ് 0. എല്ലാ പോസിറ്റീവ് ഇൻറ്റീജറും എല്ലാ നെഗറ്റീവ് ഇൻറ്റീജറിനെക്കാട്ടും വലുതാണ്, അതേപോലെ തന്നെ 0യേക്കാളും വലുതാണ് അല്ലേ. അപ്പം ഏത് പോസിറ്റീവ് ഇൻറ്റീജറും, ഫോർ എക്സാമ്പിൾ 1 എന്നുള്ള പോസിറ്റീവ് ഇൻറ്റീജർ 0യേക്കാളും വലുതാണ്, ബാക്കിയുള്ള ഈ ലോകത്തിലെ എല്ലാ നെഗറ്റീവ് ഇൻറ്റീജറിനേക്കാളും വലുതാണ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ പോസിറ്റീവ് ഇൻറ്റീജറും എന്താണ്, 0യേക്കാളും ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ് ഇൻറ്റീജറിനെക്കാളും വലിയൊരു സംഖ്യയാണ്. അതേപോലെ തന്നെ 0 ഈസ് ലെസ് ദാൻ എവരി പോസിറ്റീവ് ഇൻറ്റീജർ, എല്ലാ പോസിറ്റീവ് ഇൻറ്റീജറിനെക്കാട്ടിയും ചെറിയൊരു സംഖ്യയാണ് 0. ഇപ്പോൾ 1 എടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ 5 എടുത്തു, 6 എടുത്തു, അതിൻ്റെയൊക്കെ ചെറുതാണ് 0 ഉള്ളത്. അതുപോലെ തന്നെ
ആൻഡ് ഗ്രേറ്റർ ദാൻ എവറി നെഗറ്റീവ് ഇൻറ്റിജർ, എല്ലാ നെഗറ്റീവ് ഇൻറ്റിജറിനെക്കാട്ടിയും വലിയ സംഖ്യയുമാണ് 0. -1 -2 -3 ഇതിൻ്റെയൊക്കെ വലിയ സംഖ്യയാണ് എന്ത് 0 ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിത് ഉദാഹരണം പറയുകയാണെങ്കിൽ 56 ഈസ് ഗ്രേറ്റർ ദാൻ 0. 0യേക്കാൾ വലുതാണ് 56, കാരണം 56 എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. ആൻഡ് 0 ഈസ് ഗ്രേറ്റർ ദാൻ -56. -56ൻ്റെ വലുതാണ് എന്ത് 0, കാരണം -56 എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇൻറ്റിജറാണ്. ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് +12 ഈസ് ഗ്രേറ്റർ ദാൻ 0. 0യേക്കാൾ വലുതാണ് എന്ത് +12. ആൻഡ് 0 ഈസ് ഗ്രേറ്റർ ദാൻ -12. -12നെക്കാട്ടിയും വലുതാണ് എന്ത് ഇവിടെ ചിഹ്നം മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലെസ് ദാൻ എന്നുള്ള ചിഹ്നമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നമാക്കണം കേട്ടോ. ഇതുപോലെ ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നമാക്കണം. അപ്പം 0 ഈസ് ഗ്രേറ്റർ ദാൻ -12. -12നെക്കാട്ടിയും വലിയ സംഖ്യയാണ് എന്ത് 0. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തെറ്റൊക്കെ നിങ്ങൾ തിരുത്തണം കേട്ടോ, മറക്കരുത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലം ഇത്ര എടുത്താൽ മതി. നാളെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സസൈസൊക്കെ ചെയ്ത് വരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറക്കണ്ട, ഉഷാറായിട്ട് ഇതൊക്കെ വായിച്ച് വരിക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.